എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യണത് നെല്ല് പുഴുങ്ങലാണ്. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ 3 വെട്ടുകല്ല് വെച്ചിട്ട് അടുപ്പുണ്ടാക്കി അതിന് മേലെ കലം വെക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം. ശേഷം നമ്മൾ നെല്ല് കൊട്ടണു. നമ്മളിന്ന് വെക്കാൻ പോണത് 5 പറ നെല്ലാണ്. 5 പറ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുറം കൊണ്ട് 5 മുറം. 5 പറ നെല്ല് വയ്ക്കാൻ 2.5 കുടം വെള്ളം മതി. നെല്ല് കൊട്ടുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിലേക്ക് നെല്ല് പാറി നിൽക്കും. അത് നെല്ലിൻ്റെ ചണ്ടാണ്. അത് നമുക്ക് വാരി കളയാം. വെള്ളം നനയാത്ത നെല്ലുണ്ടെങ്കിൽ നനയാൻ വേണ്ടി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. നെല്ല് കൊട്ടിയ പാത്രം ഒരു വട്ടം ഉപയോഗിച്ച് നമ്മൾ മൂടി വയ്ക്കുകയാണ്. അടുപ്പ് കത്തിക്കാനായി നമ്മൾക്ക് ഓല, ചപ്പലൊക്കെ ഉപയോഗിക്കാം. വിറക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ വേഗം തിളയ്ക്കണമെങ്കിൽ ഓലയൊക്കെയാണ് നല്ലത്. കാറ്റുകാലം ആയതുകൊണ്ട് വീടിന് ചുറ്റും ടെറസിൻ്റെ മുകളിലൊക്കെ നിറയെ ചപ്പൽ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ മുകളിലെ ചപ്പൽ മുഴുവൻ വാരിയിട്ട് ചുവട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും ചുറ്റിലുള്ള ചപ്പലൊക്കെ നമ്മൾക്ക് കൂട്ടിയിട്ട് ഈ നെല്ല് വയ്ക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗം വൃത്തിയാകുകയും ചെയ്യും. വാഴകളുടെ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലയൊക്കെ നമുക്ക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും വൃത്തിയായി കിട്ടും. ഈ അടുപ്പിൽ തീ കത്തിക്കാൻ തുടങ്ങുകയാണ്. കാറ്റുകാലമായതുകൊണ്ട് കാറ്റ് വീശുമ്പോൾ തീ നല്ല നമ്മളുടെ അടുത്തേക്ക് നാളും ചൂടൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ. തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നീളത്തിലുള്ള കോലുകൊണ്ട് നമുക്ക് മുകളിൽ മൂടി വെച്ച വട്ട തട്ടി മാറ്റാം. എന്നിട്ട് നെല്ല് തിളച്ചോന്ന് നോക്കാം. നെല്ല് തിളച്ചിട്ടിട്ട് 15 മിനിറ്റ് മൂടി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം മുകളിൽ വെച്ച വട്ട മാറ്റി നോക്കുകയാണ് നെല്ല് പുഴുങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. നെല്ല് നന്നായി പുഴുങ്ങി മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പാത്രങ്ങളിലാക്കി കോരിയിട്ടിട്ട് മുറ്റത്ത് കൊണ്ടുപോയി കൊട്ടണം. നെല്ല് നല്ല വെയിലത്തായിട്ട് ഉണക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാലുകൊണ്ട് നമ്മൾ ചിക്കി കൊടുക്കണം. കാറ്റുകാലമാണെങ്കിൽ കാറ്റത്ത് മാത്രം ഇട്ട് ഉണക്കിയിട്ട് നമുക്ക് അരയ്ക്കാം. അപ്പം അരിയൊന്നും പൊട്ടില്ല. നമ്മളുടെ നെല്ല് വയ്ക്കൽ അപാരത ഫിനിഷായി. ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.